എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു മൊഡ്യൂൾ തുടങ്ങുകയാണ്. കേരള ഫാക്റ്റ് എന്നുള്ള ഈ മൊഡ്യൂളിൽ 3 SCRT ചാപ്റ്ററാണ് പ്രധാനമായും വരുന്നത്. 5ാം ക്ലാസ്സിലെ 10ാം അധ്യായം, അതുപോലെ 3ാം അധ്യായം, അതേപോലെ 8ാം ക്ലാസ്സിലെ 13ാം അധ്യായം. ഈ 3 ചാപ്റ്റേഴ്സാണ് SCRT ചാപ്റ്ററാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. കേരള ഫാക്റ്റ് എന്നുള്ള ഈ മൊഡ്യൂളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ കേരളക്കരയിൽ എന്നുള്ള ചാപ്റ്ററാണ്. കേരള ഫാക്റ്റ് എന്ന പുതിയ മൊഡ്യൂൾ ഇന്ന് തുടങ്ങുകയാണ്. വെറും 3 ചാപ്റ്റർ മാത്രമാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് SCRTയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 5ാം ക്ലാസ്സിലെ 10ാം അധ്യായമായ കേരളക്കരയിൽ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം തന്നെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയൊക്കെ ഇതാക്കുന്ന ചീനവല, അതേപോലെ തേയിലത്തോട്ടം, കായലുകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. 10 കേരളക്കരയിൽ എന്നുള്ള കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ അങ്ങനെ ഒന്നുമില്ല. ഇനി ഇവിടെ ഒരു വരി തന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നമുക്ക് മലയാള ഭാഗത്തിലോ അല്ലെങ്കിൽ ഇതിൽ തന്നെ ജനറലിനെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു വരിയാണ്. കേരളമേ നിൻ്റെ യോമനപ്പേർ കേൾക്കെ കോൾമയർ മെന്നുള്ളമെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളെ കിടക്കും ഉൾക്കാടുകളും വാരിളം പുല്ലണിക്കുന്നിൻ പുറങ്ങളും നേരറ്റ നീരലർപ്പൊയ്കളുകളും പൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പൂത്തിരുവാതിര പൂനിലാവും. SK പൊറ്റക്കാടിൻ്റെ വരികളാണിത്. അപ്പോൾ SK പൊറ്റക്കാടിൻ്റെ വരികളാണ് കേരളമേ നിൻ്റെ യോമനപ്പേർ കേൾക്കെ കോൾമയർ കൊള്ളുന്നെന്നുള്ളമെന്നും എന്ന് തുടങ്ങുന്ന ഈ വരികൾ SK പൊറ്റക്കാടിൻ്റെതാണ്. അത് ജസ്റ്റ് അവിടെ അത്രയേ ഉള്ളൂ. ഇനി കേരളത്തിനെ കുറിച്ചുള്ള ബേസിക് ഒരു കാര്യമാണ്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി, ഇന്ത്യയിൽ എവിടെയാണ് കേരളം എന്നുള്ളതാണ്, ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭൂപടത്തിൻ്റെ ആണെങ്കിൽ ഏറ്റവും താഴെ ഭാഗത്ത്. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്ക് എന്താണ്? പശ്ചിമഘട്ടമാണ്. തമിഴ്നാട്, കർണാടക ആ സൈഡ് പശ്ചിമഘട്ടവും, ഇപ്പുറത്തെ സൈഡ് പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിലാണ് കേരള സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്കത് നോക്കാൻ വെറുതെ ജസ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്. മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി ഇവിടെ അടിസ്ഥാനമായിട്ടുള്ള 3 ചോദ്യങ്ങളുണ്ട്. ഇത് നമുക്ക് മാപ്പിലൂടെ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ? നമുക്ക് നേരെ മാപ്പ് നോക്കാം. മാപ്പിൽ നോക്കൂ. കേരളത്തിന് ആകെ 2 അയൽ സംസ്ഥാനങ്ങളാണുള്ളത്, കർണാടകയും അതേപോലെ തമിഴ്നാടും. കേരളത്തിന് ആകെ 2 അയൽ സംസ്ഥാനങ്ങളാണ്, കർണാടകയും തമിഴ്നാടും. ഈ വയനാടിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ കർണാടക തമിഴ്നാട് ബോർഡർ വരുന്നത്. വയനാടിൻ്റെ ഭാഗത്ത് വെച്ചാണ്. അപ്പോൾ വയനാട് ജില്ലേൻ്റെ പ്രത്യേകത എന്താണ്? 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട്. കർണാടകയുമായും തമിഴ്നാടുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല എന്ന് ചോദിച്ചാൽ അത് വയനാടാണ്. കണ്ടില്ല, വയനാടിൻ്റെ ഇവിടെ നമ്മൾ അതിർത്തി കണ്ടു. ഇതിൻ്റെ ഒരു സൈഡ് കർണാടകയും ഒരു സൈഡ് തമിഴ്നാടുമാണ്. പിന്നെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. ഇനി ഏറ്റവും ചെറിയ ജില്ല എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, അതുപോലെ കടൽ തീരമില്ലാത്ത ജില്ല. ഏറ്റവും ചെറിയ ജില്ല, കടൽ തീരമില്ലാത്ത ജില്ല. നമുക്ക് മാപ്പിൽ തന്നെ നോക്കി പറയാം. ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ഈ ഭൂപടത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഈ കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടൻ്റെയും ഇപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല. അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടയത്തിൻ്റെയും പത്തനംതിട്ടൻ്റെയും പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല.
ഇനി കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് അത് നമുക്ക് നോക്കാം. കേരളത്തിൽ തീരപ്രദേശമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഈ സൈഡിൽ നിന്ന് കാസർഗോഡ് നിന്ന് തന്നെ നോക്കാം. അപ്പോൾ ഈ സൈഡ് ഫുള്ള് ലക്ഷദ്വീപ് അറബിക്കടലാണ്. അപ്പോൾ കാസർഗോഡിന് കടൽ തീരമുണ്ട്, കണ്ണൂരിനുണ്ട്, ഇവിടെ കോഴിക്കോടിനുണ്ട്. ഇവിടെ ഒന്നില്ല, വയനാടിന് കടൽ തീരമില്ല. കാരണം വയനാട് കോഴിക്കോടും കണ്ണൂരുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അപ്പുറ ഭാഗത്ത് കർണാടകയും ഇപ്പുറ ഭാഗത്ത് തമിഴ്നാടുമാണ്. അപ്പോൾ അതിന് കടൽ തീരമില്ല. മലപ്പുറത്തിന് കടൽ തീരമുണ്ട്. പിന്നെ ഇവിടെ നോക്കൂ, പാലക്കാടിന് കടൽ തീരമല്ല. കാരണം പാലക്കാടിൻ്റെ ഈ സൈഡ് മലപ്പുറവും ഒരു സൈഡ് തൃശ്ശൂരുമാണ്. അപ്പോൾ നമുക്ക് 2 കിട്ടി, വയനാട് പാലക്കാട് കിട്ടി. ഇനി കടൽ തീരമില്ലാത്തത് ഏതാണ്? ഇതിൽ നോക്കിയാൽ ഇടുക്കി അതുപോലെ കോട്ടയം, ഇത് രണ്ടിനും കടൽ തീരമില്ല. ഇടുക്കി ഏറ്റവും അങ്ങേ തലക്കെയാണ്, പശ്ചിമഘട്ടത്തിന് അടുത്താണ് ഇടുക്കി. അതേപോലെ ഇടുക്കിയോട് ചേർന്നാണ് കോട്ടയത്തിൻ്റെ ഈ സൈഡ് ആലപ്പുഴ വരുന്നുണ്ട്, മുകളിൽ എറണാകുളം വരുന്നുണ്ട്, താഴെ പത്തനംതിട്ട വരുന്നുണ്ട്. അപ്പോൾ കോട്ടയവും ഇടുക്കിയും കടൽ തീരം ഇല്ലാത്തതാണ്. കോട്ടയവും ഇടുക്കിയും അതിൻ്റെ നേരെ താഴെ വരുന്ന പത്തനംതിട്ടക്കും കടൽ തീരം ഇല്ല. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, വയനാട്, പിന്നെ ഇവിടെ താഴെ തട്ടിൽ അടുപ്പിച്ച് 3 വരുന്ന കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ ജില്ലകൾ അടക്കം മൊത്തം കേരളത്തിൽ 5 ജില്ലകൾക്ക് കടൽ തീരമില്ലാത്ത ജില്ലകൾ ഉണ്ട്. 5 ജില്ലകളാണ് കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ, മൊത്തം 5. കൊല്ലത്തിന് കടൽ തീരമുണ്ട്, തിരുവനന്തപുരത്തിനും കടൽ തീരം ഉണ്ട്. അപ്പോൾ കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഒന്നുകൂടി നോക്കാം. വയനാട്, പാലക്കാട്, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ഈ 5 ജില്ലകൾക്കാണ് കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ. ചെറിയ ജില്ല ആലപ്പുഴ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഭൂപ്രകൃതി. കേരളത്തിൻ്റെ ഭൂപ്രകൃതി പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചു പാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിനുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി കേരളത്തിൽ പ്രധാനമായും 3 തരം ഭൂപ്രകൃതികളാണ് കേരളത്തിൽ പ്രധാനമായും ഉള്ളത്. മലനാട്, ഇടനാട്, അതുപോലെ തീരപ്രദേശം. ഇനി നമുക്ക് നേരെ ഭൂപടത്തിൽ വരാം. ഭൂപടത്തിൽ നോക്കൂ, ഇതിൽ കാപ്പി കളറിൽ കൊടുത്തതാണ് മലനാട്. ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള പച്ച നിറമാണ് ഇടനാട്. ഈ മഞ്ഞ കളറിലുള്ളതാണ് തീരപ്രദേശം. അപ്പോൾ മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി നോട്ട് ചെയ്യേണ്ട കാര്യമുണ്ട്, ഇതിൻ്റെ ഉയരങ്ങളാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു 75 മീറ്ററിന് മുകളിൽ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ് എന്നായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. 75 മീറ്ററിന് മുകളിലുള്ള കേരളത്തിലെ ഭൂപ്രദേശം ഏതാണ്? മലനാടാണ്. മലനാട് 75 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് മലനാട്. 75 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഭൂപ്രദേശമാണ് മലനാട്. ഇടനാടാണെങ്കിലോ, ഇടനാട് 7.5 മീറ്റർ മുതൽ 75 മീറ്ററിൻ്റെ ഉള്ളിൽ. 7.5 മുതൽ 75 മീറ്റർ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിലെ ഭൂപ്രദേശമാണ് ഇടനാട്. ഇനി തീരപ്രദേശമാണെങ്കിൽ 7.5 മീറ്ററിൽ താഴെയാണ്. 7 മീറ്റർ ഉയരത്തിൽ താഴെ, 7 മീറ്ററിൽ കുറവ് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് തീരപ്രദേശം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്, ഈ സൂചിക പഠിച്ചു വെക്കുക. തീരപ്രദേശമാണെങ്കിൽ 7.5 മീറ്ററിൽ കുറവ്, 7.5 മുതൽ 75 മീറ്റർ വരെ ഇടനാട്, 75 മീറ്ററിന് മുകളിൽ മലനാട്. ഈ 3 പ്രധാനമായിട്ടും കേരളത്തിലുള്ള ഭൂപ്രദേശങ്ങൾ: മലനാട്, ഇടനാട്, തീരപ്രദേശം. ഇനി ഈ ഭൂപടത്തിൽ തന്നെ നമുക്ക് നോക്കി കുറച്ച് ചോദ്യങ്ങൾ കൂടി നോക്കാം. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമുക്ക് ഈ പച്ച കളർ എടുക്കാം, ഇടനാട് എടുക്കാം. ഇടനാടിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാ നിങ്ങൾ ഉത്തരം എഴുതുക? കിഴക്ക് എന്ന് പറയുമ്പോൾ ഏതാ വരിക? കിഴക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ
ഈ കർണാടക തമിഴ്നാട് സൈഡാണ് വരിക. അപ്പോൾ ഇടനാട് പച്ച കളറാണ്. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് ഏതാണ്? മലനാടാണ്. അപ്പോൾ ഇടനാടിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഭൂപ്രദേശം ഏതാണ്? മലനാടാണ്. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്തോ ഈ ലക്ഷദ്വീപ് കടൽ എന്നുണ്ടല്ലോ, അറബിക്കടലിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് തീരപ്രദേശമാണ്. ഇത് മാപ്പ് നോക്കി തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. ആദ്യം നമുക്ക് ദിശ ഒന്ന് മനസ്സിലാക്കണം. അറബിക്കടലിൻ്റെ സൈഡാണ് പടിഞ്ഞാറ്. കേരളം കർണാടക തമിഴ്നാട് സൈഡ് അതിനാണ് പറയുന്നത് കിഴക്ക്. പടിഞ്ഞാറ് കിഴക്ക്. അപ്പോൾ ഇടനാടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തീരപ്രദേശവും കിഴക്ക് ഭാഗത്ത് മലനാടുമാണ്. ഇനി മലനാടിൻ്റെ കിഴക്ക് ഭാഗത്ത് കർണാടക തമിഴ്നാട് അതിർത്തിയാണ്. കർണാടക തമിഴ്നാടാണ്. അതേപോലെ പശ്ചിമഘട്ടവും വരുന്നത് മലനാടാണ്. പശ്ചിമഘട്ടം വരുന്നത് ഫുള്ള് മലനാടിലാണ്. അതേപോലെ മലനാടിൻ്റെ കിഴക്ക് ഭാഗത്ത് തമിഴ്നാടും കർണാടകയുമാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഇടനാടാണ്. ഇനി തീരപ്രദേശത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ അറബിക്കടലിൻ്റെ സൈഡിലുള്ള തീരങ്ങൾ നോർത്താൽ മതി. അപ്പോൾ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്, കിഴക്ക് ഭാഗത്ത് ഇടനാടാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ആ മാപ്പ് നോക്കി ദിശകൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്കിത് കിട്ടും. ഈ ഒരു മാപ്പ് നിങ്ങളുടെ മൈൻഡിൽ കയറിയാൽ നിങ്ങൾക്ക് ഏതിനും സുഖമായിട്ട് ആൻസർ ചെയ്യാം. ഏത് ചോദ്യം വന്നാലും മാപ്പും ദിശയും പ്രധാനമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കുന്നതിൽ നല്ലത് മാപ്പ് നോക്കി ദിശകൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ്. എങ്കിലൊരിക്കലും നമ്മളെ മൈൻഡിൽ നിന്നത് പോവില്ല. എന്നിട്ട് ശരിക്കും നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ അവിടെ ചുമരിലൊക്കെ ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ദിവസവും നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് പതിയും. ഇനി നമുക്ക് ഓരോ ഭൂപ്രദേശങ്ങളെക്കുറിച്ചും പറയാം. മലനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പോൾ മലനാടിൽ നിന്നാണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. അപ്പോൾ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് മലനാട്. ഇനി സഹ്യൻ്റെ മടിയിൽ എന്നുള്ള പിന്നെ ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അപ്പോൾ മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അത് നമുക്കറിയാലോ, നമ്മൾ കാണുന്ന മലകൾ മൊത്തം വനങ്ങൾ തന്നെയാണ്. സഹ്യൻ്റെ മടിയിൽ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. അപ്പോൾ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. ഇനി പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറഞ്ഞാൽ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ. അപ്പോൾ തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ച് കിടക്കുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. ആ പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിൻ്റെ മലനാട് പ്രദേശം. കടുവ, പുലി, വരയാട്, സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധി പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. അപ്പോൾ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറഞ്ഞാൽ അപൂർവ ഇനം ജന്തുവൈവിധ്യങ്ങളുടെ ഒരു സ്ഥലമാണ് മലനാട്. അതുപോലെ പശ്ചിമഘട്ട മലനിര എന്ന് പറഞ്ഞാൽ ജന്തുവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ്. ഇനി മരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൽ ഈട്ടി, അകില്, ചന്ദനം, രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. അപ്പോൾ പശ്ചിമഘട്ട മേഖല എന്ന് പറഞ്ഞാൽ സസ്യസമ്പന്നവും ജൈവസമ്പന്നവും ജന്തുസമ്പന്നവുമൊക്കെയാണ്. അപ്പോൾ മൃഗങ്ങളും മരങ്ങളൊക്കെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് പശ്ചിമഘട്ടം. മരങ്ങളാണെങ്കിൽ ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദനം. മൃഗങ്ങളത് നമ്മൾ പറഞ്ഞു. പശ്ചിമഘട്ടത്തിൻ്റെയും അവിടുത്തെ ജീവജാലങ്ങളുടെയും ചിത്രങ്ങൾ അത് പിന്നെ ജസ്റ്റ് ഒന്ന് വായിക്കാം, നമുക്ക് പഠന പ്രവർത്തനമാണ്. ഇനി പശ്ചിമഘട്ടത്തിൻ്റെ ഇവിടെ കോളത്ത് കൊടുത്താണ് നിശബ്ദതയുടെ താഴ്വരയിൽ. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലൻറ്റ് വാലി. അപ്പോൾ സൈലൻറ്റ് വാലി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിരുന്നു? പാലക്കാട്. ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചിരുന്നു? മണ്ണാർക്കാട്.
അപ്പോൾ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശം ഏതാണ്? സൈലൻറ്റ് വാലിയാണ്. പിന്നെ പശ്ചിമഘട്ടത്തിലെ മഴക്കാടുകൾ ഏതാണ്? മഴക്കാട്, സജീവ മഴക്കാടുള്ള പ്രദേശവും സൈലൻറ്റ് വാലിയാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് സൈലൻറ്റ് വാലി അഥവാ നിശബ്ദ താഴ്വര എന്ന് പേര് വരുവാൻ കാരണം. അപ്പോൾ ചീവീടുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ് ഈ സൈലൻറ്റ് വാലിക്ക് ആ പേര് വരാൻ കാരണം. അപ്പോൾ സൈലൻറ്റ് വാലിക്ക് ആ പേര് വരാനുള്ള കാരണം ചീവീടുകൾ അപൂർവമായത് കൊണ്ടാണ്. പിന്നെ വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം. അപ്പോൾ സൈലൻറ്റ് വാലിയുടെ ഒരു പ്രത്യേകത എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രമാണ് സൈലൻറ്റ് വാലി. ഇനി സിംഹവാലൻ കുരങ്ങുകൾ ഈ മേഖലയിൽ കാണപ്പെടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യം കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകൾ ഈ മേഖലയിൽ കൂടുതലായി കാണപ്പെടാൻ കാരണം. ഇനി നമ്മൾ അടുത്ത ഭൂപ്രദേശമാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സമുദ്രനിരപ്പിൽ നിന്നും 7 മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടനാടാണ്. ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും എല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല. ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തുക. അത് നമ്മളിപ്പോൾ ആ ഭൂപടം വെച്ച് ഞാൻ നേരത്തെ തന്നെ ചർച്ച ചെയ്തത് ആ കാര്യങ്ങളാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി തീരപ്രദേശം. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ്. അപ്പോൾ തീരപ്രദേശം എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ്. മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ്. അപ്പോൾ സമുദ്ര തീരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണലുകളാണ്. മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ്. 7.5 മീറ്റർ വരെ ഉയരമുള്ള ഭാഗമാണ്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട 3 കേരളത്തിലെ ഭൂപ്രദേശങ്ങൾ 3ആയി തരംതിരിച്ചു. അവ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയത്. ഇനി കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് നോക്കാം. മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിൽക്കുന്നത്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിൻ്റെ സാമീപ്യമാണ്. അപ്പോൾ കേരളത്തിൽ മിതമായ കാലാവസ്ഥയാണ്. അപ്പോൾ അമിതമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ഈ കടലിൻ്റെ സാമീപ്യമാണ്. നേരെ മറിച്ച് ഉത്തരേന്ത്യയിലാണെങ്കിൽ ചൂട് കാലത്താണെങ്കിൽ അത് അമിതമായ ചൂടും തണുപ്പ് കാലത്താണെങ്കിൽ അമിതമായ തണുപ്പും ഉണ്ടാവും. ഇപ്പോൾ നിലവിലൊക്കെ ഡൽഹിയൊക്കെ -ഡിഗ്രിയൊക്കെയാണ് അവിടുത്തെ തണുപ്പ്. അതിന് കാരണം അവിടെ തീരപ്രദേശമില്ല. കേരളത്തിൽ മിതോഷ്ണ കാലാവസ്ഥയാവാൻ കാരണം കേരളത്തിന് തീരപ്രദേശങ്ങളുടെ സാന്നിധ്യമാണ്. കടലിൻ്റെ സാമീപ്യമാണ് കേരളത്തിലെ കാലാവസ്ഥ ഇത് മിതമായ രീതിയിൽ നിലനിൽക്കാൻ കാരണം. അതോർക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലഘട്ടം ഏതാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടം. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. നമ്മൾ ഈ മൺസൂൺ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മുടെ ഇന്ത്യ ഭൂമിശാസ്ത്രം എന്ന മൊഡ്യൂളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അത് പോയി കാണുക. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മൺസൂൺ കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ഇനി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം നമുക്കറിയാം ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ വരെയാണ്. ജൂൺ മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിൻ്റെ കാലഘട്ടം. ഈ മഴക്കാലം ഇടവപ്പാതി, കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം ഏതാണ് എന്ന് ചോദിച്ചാൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ് ഇടവപ്പാതി അല്ലെങ്കിൽ കാലവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം. ഓക്കെ. ഇനി വടക്കു കിഴക്കൻ മൺസൂൺ കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. ഇനി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലുള്ളതാണ് വടക്കു കിഴക്കൻ മൺസൂൺ കാലം. തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തുലാവർഷം എന്നറിയപ്പെടുന്ന മൺസൂൺ കാലം ഏതാണെന്ന് ചോദിച്ചാൽ വടക്കു കിഴക്കൻ മൺസൂണാണ്. വടക്കു കിഴക്കൻ മൺസൂണാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്. കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. നേരെ മറിച്ച് തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂണാണ്. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഇപ്പോൾ നമ്മൾ ഈ വായിച്ച പാരഗ്രാഫിലെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുക. ഇനി വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ വടക്കു കിഴക്കൻ മൺസൂണിൻ്റെ അല്ലെങ്കിൽ തുലാവർഷത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ വൈകുന്നേരങ്ങളിൽ ഇടിയോട് കൂടിയ മഴ. ഒന്ന് അങ്ങനെ ചോദ്യം പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലെ ഇടിയോട് കൂടിയുള്ള മഴ ഏത് മൺസൂൺ കാലമാണ് എന്ന് ചോദിച്ചാൽ തുലാവർഷം എന്ന ഓപ്ഷനിൽ നമ്മൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ വടക്കു കിഴക്കൻ മൺസൂൺ കാലം എന്ന് കൊടുക്കാം. ഇനി ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഫെബ്രുവരി മധ്യത്തോടെ വേനൽക്കാലം ആരംഭിക്കുകയായി. അപ്പോൾ നമ്മൾ ഇന്ത്യ ഭൂമിശാസ്ത്രം എന്ന മൊഡ്യൂളിൽ വിശദമായിട്ട് കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ഇന്ത്യയിൽ തണുപ്പ് ശൈത്യകാലം അനുഭവപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിലും ഡിസംബർ മാസത്തോടെ തുടങ്ങി ഫെബ്രുവരി പകുതിയോടുകൂടി നമ്മൾ തണുപ്പ് അവസാനിപ്പിക്കും. ഫെബ്രുവരി പകുതിയായാലും നമുക്ക് വേനൽക്കാലം തുടങ്ങും. വേനൽക്കാലം ശരിക്കും മാർച്ച് ഏപ്രിൽ മെയ് ആണ് ഇന്ത്യയിലെ വേനൽക്കാലം. അപ്പോൾ മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇനി വേനൽക്കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. നദികൾ നീരൊഴുക്ക് കുറയും, അതേപോലെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമുക്കറിയാം. ഇനി നദികൾ, കേരളത്തിലെ നദികളെക്കുറിച്ചാണ്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. അപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന നദികളുടെ എണ്ണം 44ആണ്. കേരളത്തിൽ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പശ്ചിമഘട്ട മലനിരകളിൽ നിന്നാണ്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇത് നിങ്ങൾ കഴിഞ്ഞ ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാലും കാണുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏത്, കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് എന്നുള്ളത്. അപ്പോൾ കബനി, ഭവാനി, പാമ്പാർ, കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പോൾ കേരളത്തിൽ 44 നദികളുണ്ട്. ഇതിൽ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു. ബാക്കി 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ ചേരുമ്പോൾ 3 നദികൾ മാത്രം കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. അപ്പോൾ ആ നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ഇനി പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യമാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കിഴക്കോട്ട് ഒഴുകുന്ന നദി കബനി, ഭവാനി, പാമ്പാർ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നോക്കി വെക്കുക. ഇനി അവിടെ നിങ്ങളുടെ ജില്ലയിൽ അത് നമുക്ക് പഠന പ്രവർത്തനമാണ്, അവിടെ നിന്നൊന്നും നോക്കാമല്ല. നദികൾ മലിനീകരണ ഭീഷണി നേടുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇനി പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് പുനർജനി എന്നുള്ള ഈ കോളത്തിലുള്ള സംഭവം. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ കൊടുങ്ങരപ്പള്ളം പുഴ എവിടെയാണ്? നീരൊഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന കൊടുങ്ങരപ്പള്ളം പുഴ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അട്ടപ്പാടിയിലാണ്. ഇനി അട്ടപ്പാടിയിൽ 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ ഒരു പുഴയുടെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാണ് ആ പുഴ എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കൊടുങ്ങരപ്പള്ളം പുഴ. ഇപ്പോൾ കഴിഞ്ഞ ഖാദി ബോർഡ്, LDC, അതിനു മുമ്പ് യൂണിവേഴ്സിറ്റി LGS, പ്രിലിംസ് എല്ലാറ്റിലും ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടു പോയ അട്ടപ്പാടിയിലെ കൊടുങ്ങരപ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്ത് കൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അപ്പോൾ കൊടുങ്ങരപ്പള്ളം പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ പെരുമാൾമുടിയാണ്. തമിഴ്നാട്ടിലെ പെരുമാൾമുടിയിൽ നിന്നാണ് കൊടുങ്ങരപ്പള്ളം പുഴ ഉത്ഭവിക്കുന്നത്. ഏതിൻ്റെ പോഷക നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ എന്ന് ചോദിച്ചാൽ ഭവാനി നദിയുടെ പോഷക നദിയാണ്. ഭവാനി നദിയുടെ പോഷക നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. ഭവാനിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ്. അതിൻ്റെ പോഷക നദിയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. തമിഴ്നാട്ടിലെ പെരുമാൾമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ച് പിടിപ്പിക്കൽ,
തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്ത് കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് കൊടുങ്ങരപ്പള്ളം പുഴ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കോളമാണ്, ഒരു ടോപ്പിക്കാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ വറ്റി വരണ്ട് കണ്ട് പുനർജനിപ്പിച്ച പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ. അട്ടപ്പാടിയിലാണ്. ഭവാനി നദിയുടെ പോഷക നദിയാണ്. ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ പെരുമാൾ മുടിയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ അതിൽ ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് കേരളത്തിലെ കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഇനി വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ആലപ്പുഴ, കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ആലപ്പുഴ, എറണാകുളം, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്ന വേമ്പനാട്ടു കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. എവിടെയൊക്കെയാണ് അത് വ്യാപിച്ച് കിടക്കുന്നത്? ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ച് കിടക്കുന്നത്? എറണാകുളം, കോട്ടയം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഏതൊക്കെ ജില്ലകളിലാണ് വ്യാപിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ, കോട്ടയം, എറണാകുളം. AKE എന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിൽ EKA എന്നും ഓർത്താൽ മതി. എറണാകുളം, കോട്ടയം, ആലപ്പുഴ. EKA ഏക എന്നുള്ള EKA എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇനി കായൽ അതാണ്. മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു. ഇനി തടാകങ്ങൾ. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. അപ്പോൾ തടാകങ്ങൾ എന്ന് പറഞ്ഞാൽ കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ്. എന്നാൽ കായലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കായലുകൾ എന്ന് പറഞ്ഞാൽ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങൾ. അപ്പോൾ രണ്ടും മാറരുത്. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരാനുള്ള പറ്റിയ വാക്കുകളാണ്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. നമുക്ക് തെറ്റിച്ച് തരാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ ശരിയും തെറ്റും തിരഞ്ഞെടുക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കും. ഇതിപ്പോൾ കടലിനോട് ചേർന്ന് കാണുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. അപ്പോൾ ഈ കായലുകൾക്ക് പകരം അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? തടാകങ്ങൾ എന്ന് കൊടുക്കാം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും. അപ്പോൾ അത് നോട്ട് ചെയ്യുക. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയം കായലും, കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങൾ തടാകങ്ങളാണ്. അപ്പോൾ തടാകവും കായലും എന്താണെന്നുള്ളത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓർത്തിരിക്കണം. കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ സിമ്പിളാണെന്നൊക്കെ തോന്നും. പക്ഷേ പരീക്ഷ ഹാളിൽ നമ്മുടെ ആ മാനസികാവസ്ഥ, ആ ടെൻഷനൊക്കെ വെച്ചുകൊണ്ട് നമ്മളിത് തെറ്റിക്കും. അപ്പോൾ നമ്മൾ അത്രയും തറുവാക്കി മൈൻഡായി മാക്സിമം നിങ്ങൾ നോട്ട് ഇങ്ങനെ എഴുതന്നെ വേണം. എഴുതാകുമ്പോൾ അത് നമുക്ക് കുറേ മൈൻഡിൽ കയറും. എന്നിട്ട് പിന്നെ 2-3 തവണ 2-3 അങ്ങനെ കണക്ക് വെക്കണ്ട. നിങ്ങൾക്ക് ഇത് എത്ര തവണ വായിക്കാൻ കഴിയണോ അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അങ്ങനെ മൈൻഡിൽ കയറി വെച്ചാൽ നിങ്ങൾക്കൊരിക്കലും തെറ്റ് വരില്ല. ഇല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇടയിലുള്ള ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കാതെ അതിൽ വീണ് പോകും. പിന്നെ എപ്പോഴും പരീക്ഷയ്ക്ക് നമ്മൾ 2 തവണ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് ഉത്തരം എഴുതാൻ പാടുള്ളൂ. ഒറ്റ തവണ വായിച്ച് നേരെ ഓപ്ഷൻ കറുപ്പിക്കാൻ പോകരുത്. അപ്പോൾ അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ശീലാക്കി വരിക. ഇനി കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ശാസ്താംകോട്ട തടാകം. ഇനി ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, കൊല്ലം ജില്ലയിൽ. അപ്പോൾ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. അങ്ങനെയാണെങ്കിൽ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകമാണ്. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഉത്തരം എന്ന് പറയുമ്പോൾ കാസർഗോഡ്, കണ്ണൂർ മുകൾ ഭാഗത്താണ് ഉത്തരം.
അതായത് വടക്ക് ഭാഗമാണ് ഉത്തരം എന്ന് പറയുന്നത്. ദക്ഷിണം എന്ന് പറയുമ്പോൾ തെക്ക് ഭാഗമാണ് താഴെ. അപ്പോൾ അത് ഓർത്തിരിക്കുക. നദികളും കായലുകളും തടാകങ്ങളും കേരളീയരുടെ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രപരമായും സാംസ്കാരികമായും പ്രാധാന്യം അർഹിക്കുന്ന പല സ്ഥലങ്ങളും നദീതീരങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഇനി കൂടുതൽ നോട്ട് ചെയ്യാല്ല. കൃഷിയും ജനജീവിതവും കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഏതൊക്കെയാണ്? വളക്കൂറുള്ള മണ്ണും അതേപോലെ ധാരാളമായി ലഭിക്കുന്ന മഴയും. അപ്പോൾ വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയാണ് കേരളത്തിൽ കൃഷിക്ക് അനുയോജ്യമായ സാഹചര്യം. ഇനി തീരപ്രദേശങ്ങളിലെ പ്രധാന കൃഷി നമ്മൾ ഇന്ത്യ ഭൂമിശാസ്ത്രം എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചതാണ്. വടക്കൻ തീരപ്രദേശത്തും കിഴക്കൻ തീരപ്രദേശത്തും ഒക്കെ ഉള്ള കൃഷികൾ. അപ്പോൾ അതിൽ നെല്ല്, തെങ്ങ് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ വടക്കൻ തീരപ്രദേശത്തും കിഴക്കൻ തീരപ്രദേശത്തുമൊക്കെ നെല്ല്, തെങ്ങ് എന്നുള്ളത് നമ്മൾ പഠിച്ചത് കൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ല്, തെങ്ങ് എന്നിവയാണ്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗിക്കുന്നു. അപ്പോൾ കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നു. തീരപ്രദേശങ്ങളിൽ നെല്ല്, തെങ്ങ് എന്നിവ കൃഷി ചെയ്യുന്നു. അപ്പോൾ തീരപ്രദേശത്തെ പ്രത്യേകത അതാണ്. ഇനി ഇടനാട്ടിലാണെങ്കിലോ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകളും ഈ മേഖലയിലുണ്ട്. അപ്പോൾ വിളകളുടെ വൈവിധ്യങ്ങൾ കൂടുതലുള്ള ഒരു മേഖലയാണ് ഇടനാട്. ഇടനാട്ടിലാണ് കൂടുതൽ വിളവൈവിധ്യം ഉള്ളത്. ഇടനാട്ടിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ്, അതേപോലെ കമുക്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക്. അങ്ങനെ എല്ലാതും കൃഷി ചെയ്യുന്ന വിളവൈവിധ്യം കൂടുതലുള്ള ഒരു മേഖലയാണ് കേരളത്തിൻ്റെ ഇടനാട്. മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്നത് തണുപ്പുള്ള കാലാവസ്ഥയാണ്. നമുക്കറിയാം മലമുകളിൽ കാര്യമായിട്ട് തണുപ്പുള്ള കാലാവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമാണ്. ഈ തണുപ്പുള്ള കാലാവസ്ഥ തേയില, അതുപോലെ കുരുമുളക്, ഏലം എന്നീ വിളകൾക്ക് അനുയോജ്യമാണ്. അപ്പോൾ മലനാട്ടിലെ പ്രധാന കൃഷി ഏലം, കുരുമുളക്, തേയില, അതേപോലെ കാപ്പി എന്നിവയൊക്കെയാണ്. അത് നമുക്കറിയാലോ, വയനാട്, ഇടുക്കിയിലാണല്ലോ തേയില കൂടുതലുള്ളത്. അതേപോലെ ഏലം അവിടെ തന്നെയാണ് കൂടുതലുള്ളത്. പിന്നെ കുരുമുളക്. അപ്പോൾ ഇതൊക്കെ മലനാട്ടിലെ കൃഷിയാണ്. ഇതിൽ തീരപ്രദേശത്ത് നെല്ല്, തെങ്ങ്, മലനാട്ടിൽ കാപ്പി, തേയില, ഏലം, കുരുമുളക്, അതുപോലെ ഇഞ്ചി, അങ്ങനെയുള്ള ബാക്കിയുള്ള വിളവൈവിധ്യങ്ങളൊക്കെ ഏകദേശം എല്ലാ വിളകളും കൃഷി ചെയ്യാൻ പറ്റുന്നത് ഇടനാട്ടിലാണ്. അപ്പോൾ ഇടനാട്ടിലാണ് വിളവൈവിധ്യം കൂടുതൽ. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യനാണ് അടുത്ത പാരഗ്രാഫിൻ്റെ ആദ്യം. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണം ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ് എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓണമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം. അത് ഈ ചാപ്റ്ററിൽ ഈ വരി ഇതുപോലെ എടുത്ത് കൊടുത്തതാണ്. ഇനി വിട പറയുന്ന വിളവൈവിധ്യം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ കൃഷിയിൽ നിന്ന് മാറി നിൽക്കുന്നതും അതേപോലെ ഇവിടെ റബ്ബർ കൃഷി ചെയ്യുന്നതും അതിനെക്കുറിച്ചൊക്കെയാണ് അത് പറയുന്നത്. ഇനി ഗതാഗതം. നിങ്ങളുടെ മുറ്റത്ത് കൃഷിത്തോട്ടം ഒരുക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. ഇനി ഗതാഗതം. കേരളത്തിലെ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗ്ഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗതത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹൊസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യസുരക്ഷ എന്നിവയ്ക്ക് പ്രയോജനപ്പെട്ട തുറമുഖങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗതാഗത സൗകര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കായലുകൾക്ക് പാലങ്ങൾ വന്നതോടുകൂടി കുറുകെ പാലങ്ങൾ വന്നതോടുകൂടി തീരപ്രദേശത്ത് കൂടി റെയിൽവേ പാതകളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതൽ ഉള്ളത്. ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും പാതകൾ നീളുന്നു. ചുരങ്ങളെക്കുറിച്ച് നമ്മൾ ഇനി അടുത്തുള്ള ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. ഇനി ഇവിടെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ പ്രധാനമായും ഇതിൽ ഇനി ഒന്ന് അഡീഷണൽ വരാനുള്ളത് കണ്ണൂർ എയർപോർട്ടാണ്. അപ്പോൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ ഈ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്.
ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, പിന്നെ ഇതില്ലാത്ത കണ്ണൂർ പുതിയതായി വന്നതാണ്. ഇനി ഇതിൽ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ റെയിൽപാതകൾ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെ? അത് നമ്മൾ പറഞ്ഞിട്ടില്ല. റെയിൽപാതകളില്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കിയും വയനാടും. ഇടുക്കിയും വയനാടാണ് കേരളത്തിൽ റെയിൽപാതകൾ ഇല്ലാത്ത ജില്ലകൾ. ഇനി ദേശീയപാതകൾ ഏറ്റവും കൂടുതലായി കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ് എന്നാണ് ചോദ്യം. അത് നമുക്ക് മാപ്പ് നോക്കി കണ്ടെത്താം. ഈ കാപ്പി വരെയാണ് ദേശീയപാത. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമുക്കിത് നോക്കിയാൽ തന്നെ അറിയും, ഏറ്റവും കൂടുതൽ ഈ തീരപ്രദേശത്തോട് ചേർന്നുകൊണ്ടാണ് ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത് തീരപ്രദേശത്തുകൂടെയാണ്. തീരപ്രദേശത്താണ് ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നു പോകുന്നത്. അപ്പോൾ ദേശീയപാതകൾ ഏറ്റവും കൂടുതലായി കടന്നു പോകുന്ന ഭൂപ്രകൃതി വിഭാഗം തീരപ്രദേശമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഇതിലുള്ളത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ. സുഖകരമായ കാലാവസ്ഥയും ഇതൊക്കെ എല്ലാം കൊണ്ടും നല്ല ഒരു നാടാണ് കേരളം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ ആകെ 3 ചാപ്റ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞു. അടുത്ത ചാപ്റ്ററുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.